നമസ്കാരം സുഹൃത്തുക്കളെ. സേവാദളിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടത്തുന്ന ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് ആദ്യമായി എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഒരു കേക്ക് മുറുക്കിയാണ്. ആ കേക്കിൽ ദേശീയ പതാക കൃത്യമായിട്ട് തന്നെ വരച്ചു വെച്ചിരിക്കുന്നു. അതിന് അശോക ചക്രവും അതിൽ ആരക്കാർ വരെ എണ്ണം വരെ കറക്റ്റാണ്, കൃത്യമാണ്. അത് മുറിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളിതിന് മുമ്പ് കണ്ടു കാണും. ഞാനും കണ്ടതാണ് കേട്ടോ. ഞാനും 1-2 ദിവസത്തിന് മുമ്പ് കണ്ടതാണ്. പക്ഷേ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ ഇങ്ങനെ ചെയ്യുമെന്ന്. ഞാൻ കരുതി ഇത് ചിത്രമായിരിക്കും എന്നാണ് കരുതിയത്. ഇത്രയും ബോധമില്ലായ്മ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കുന്ന രമേശ് ചെന്നിത്തല കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിനാൽ ഇത് സത്യമായിരിക്കില്ല എന്ന് ഞാൻ കരുതി. ഇതിൻ്റെ ഫാക്റ്റ് അന്വേഷിച്ച് പോയുമില്ല. പക്ഷേ പിന്നീട് പലരും ഈ സംഭവം പോസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കയറി നോക്കിയപ്പോൾ ആ സംഗതി അവിടെ കിടപ്പുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അത് അവർ ചെയ്തതാണ്. നോക്കൂ, ദേശീയ പതാക കേക്കിൻ്റെ പുറത്ത് വരച്ചു വെച്ചിരിക്കുന്നു. അത് ഇനി കഴിക്കണമല്ലോ എല്ലാവരും. അപ്പോൾ അത് വെട്ടിമുറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്തത് കോൺഗ്രസ്സാണ്. ഒരു പാർട്ടി പരിപാടിയിലാണ് അവരിത് ചെയ്തത്. ഇനി നിങ്ങൾ മറ്റൊരു സീനിലേക്ക് നോക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിന് എല്ലാ തവണത്തെയും പോലെ നമ്മുടെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റ് സ്ക്വയർ ഉണ്ടല്ലോ, അവിടെ 3 നിറങ്ങൾ. ഇത് അയർലൻഡിൻ്റെ പതാകയാണോ, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക ഇങ്ങനെയാണോ വെക്കേണ്ടത്? ഇത് ഏതെങ്കിലും സാധാ കോൺഗ്രസ്സുകാരൻ ചോദിച്ചതല്ല. ഇത് അവിടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസ് വക്താക്കൾ, ദേശീയ വക്താക്കൾ ചോദിക്കുകയും അതുപോലെ തന്നെ കുറേ വിവരമില്ലാത്തവർ ഇത് വെച്ചിട്ട് പോസ്റ്റ് ഇടുകയും കളിയാക്കുകയൊക്കെ ചെയ്തതാണ്. അത് അവരെന്താണ് ഇത് ധരിച്ചു വെച്ചിരിക്കുന്നത്? നരേന്ദ്രമോദി തനിക്ക് ഇഷ്ടമുള്ളൊരു വേഷം ഒരു സുരക്ഷാ പരിശോധനയും ഇല്ലാതെ അത് എടുക്കുന്നു, ധരിക്കുന്നു. അതിനുശേഷം ആരെ കൊണ്ട് നോക്കിക്കാതെ നേരെ വാഹനത്തിൽ കയറുന്നു, ചെങ്കോട്ടയിൽ വരുന്നു, അങ്ങ് പ്രസംഗിക്കുന്നു എന്നാണോ നിങ്ങൾ കരുതിയത്? നിങ്ങൾക്ക് മോദി എന്നൊരു വ്യക്തിയെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ അല്ലേ? മോദി ഒരു പ്രധാനമന്ത്രിയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വേഷം, ഇഷ്ടമുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ മോഡലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇതിനെല്ലാം പ്രോട്ടോക്കോളുണ്ട്. അദ്ദേഹം ഒരു വേഷം ധരിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിൽ സുരക്ഷാ പരിശോധനയുണ്ട്. അപ്പോൾ ആരാ അത് ചെയ്യുന്നത്? SPG പോലുള്ള ആളുകൾ. നമ്മൾ വിചാരിക്കുക ഏതെങ്കിലും സാധാരണ അല്ല, നല്ല അറിവും വിദ്യാഭ്യാസവും പരിശീലനം കിട്ടിയവർ. ആ കൂട്ടത്തിൽ IPS കാരുണ്ട്, IAS കാരൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റും. അവർ ഉത്തരവാദിത്തപ്പെട്ടവർ അദ്ദേഹം അത് ധരിക്കുന്നതിന് മുമ്പ് പരിശോധിക്കും. അതിനുശേഷം അദ്ദേഹം ധരിച്ചതിന് ശേഷവും അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കും ഇത് ധരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ആളുകൾ കാണും. അതിനുശേഷവും സുരക്ഷാ പരിശോധന എല്ലാം കഴിയും. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ. അവർക്കെന്താ ഈ ഫ്ലാഗ് കോഡ് എന്താണെന്ന് അറിയാത്തവരാണോ? ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത്? നിങ്ങൾ ഈ കളിയാക്കി പറയുന്ന പോലെ സംഖ്യകളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത് നിർത്തുന്നവരാണോ ഈ SPGയിലുള്ളവരും അല്ലെങ്കിൽ ഈ ഹയർ ഓഫീഷ്യൽസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ? അവർക്ക് വളരെ നല്ല വിദ്യാഭ്യാസമുണ്ട്. അവർക്ക് ഇന്ത്യയുടെ ഭരണഘടന എന്താണെന്ന് അറിയാം, അതേപോലെ തന്നെ ഫ്ലാഗ് കോഡ് എന്താണെന്ന് അറിയാം. അങ്ങനെ സാങ്കേതികമായിട്ടും അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല പരിജ്ഞാനമുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർ. അപ്പോൾ അവരെല്ലാം നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറുകയും ചെങ്കോട്ട ചെല്ലുകയും ഈ പ്രസംഗം നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെയാണ് പരിഹസിക്കുന്നത്? ഈ രാജ്യത്തിൻ്റെ സിസ്റ്റത്തിനെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? നിങ്ങൾ മോദിയാണ് എന്ന തരത്തിലാണ് നിങ്ങൾ വെക്കുന്നത്. പക്ഷേ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും, അദ്ദേഹം രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് കുളിച്ച് ഒരു വേഷം അങ്ങ് ധരിച്ച് നേരെ അങ്ങോട്ട് വന്ന് പ്രസംഗിക്കുകയല്ല. അതിനു മുമ്പ് ഒരുപാട് പ്രോട്ടോകോൾ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ അവർക്കറിയില്ലേ ഇത് തെറ്റാണെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കും, സാബ് ഇതെങ്ങനെയല്ല. പക്ഷേ ഇത് പ്രശ്നമില്ല. ഫ്ലാഗ് കോഡിൽ പരാമർശിക്കുന്ന ഒരു സംഗതിയേ അല്ലത്. കാരണം ഈ അശോക ചക്രവും ആരക്കാലുകളും ഇല്ലെങ്കിൽ പിന്നെ അത് നമ്മുടെ ദേശീയ പതാകയൊന്നുമല്ല. ആ 3 നിറങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ ഈ അശോക ചക്രവും ആരക്കാലുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ദേശീയ പതാകയുടെ ഗണത്തിൽ വരികയുള്ളൂ. മാത്രമല്ല ഈ 3 നിറങ്ങൾ അത് വർണ്ണത്തിലിരിക്കുന്നവർക്ക് മാത്രമല്ല, വേറെ ആർക്ക് വേണമെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സിയൊക്കെ കണ്ടിട്ടില്ല, അതിൽ ഈ 3 നിറം മാത്രം ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നിവർത്തിയോ പട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും ഒക്കെ വരച്ച് വെച്ചിരിക്കുന്ന കാണാം. അതൊന്നും ഈ ഫ്ലാഗ് കോഡിൽ വരുന്ന സംഗതിയേ അല്ല. അത് കോൺഗ്രസിന് ചെയ്യാം, CPMന് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ പേരിൽ കളിയാക്കുന്നവർ ഒന്ന് പറഞ്ഞു തരണം, രമേശ് ചെന്നിത്തല ഇവിടെ എന്താ കാണിച്ചത്? ഇത് കൃത്യമായിട്ടും ഫ്ലാഗ് കോഡിൽ വരുന്ന കേസാണ്. കാരണം അവിടെ ദേശീയ പതാക അതിൻ്റെ അളവിലും നീളത്തിലും വീതിയിലും ഒക്കെ കറക്റ്റായിട്ട് തന്നെ ഓരോ ഇത്ര നീളത്തിന് ഇത്ര വീതി എന്നുണ്ട്, അതിലെല്ലാം കറക്റ്റായിട്ടാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അതിന് അശോക ചക്രമുണ്ട്, അതിന് ആരക്കാലുകളുണ്ട്. അതാണ് എടുത്തിട്ട് രമേശ് ചെന്നിത്തല മുറിക്കുന്നത്. ഇത് കാണിച്ച് വെച്ചിട്ടാണ് എല്ലാ പ്രോട്ടോക്കോളും കഴിഞ്ഞിട്ട്, എല്ലാ സുരക്ഷാ പരിശോധനയും കഴിഞ്ഞിട്ട് വാഹനത്തിൽ കയറി ചെങ്കോട്ടയിൽ വന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അദ്ദേഹം രാജ്യത്തിനെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റ് സ്ക്വയറുള്ള ഒരു 3 നിറമുള്ള ഒരു തുണിക്കഷത്തിനെ വെച്ചിട്ട് നിങ്ങൾ കളിയാക്കുമ്പോൾ നിങ്ങളുടെ അറിവില്ലായ്മ, നിങ്ങളുടെ വിവരമില്ലായ്മ, നിങ്ങളുടെ ഗതികേട് കഴിഞ്ഞ കുറേ വർഷമായിട്ട് പ്രതിപക്ഷത്തിൽ ഇരിക്കുകയല്ലേ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ആശ്വാസം വേണ്ടേ? അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷേ മറുസൈഡിൽ നിങ്ങളുടെ പക്ഷത്ത് ഇതുപോലെ വിവരമുണ്ട് എന്ന് നമ്മളൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ഇതുപോലെ വിവരക്കേടും അറിവില്ലായ്മയും കാണിക്കുന്നതിനെ കൂടി നിങ്ങളൊന്ന് ന്യായീകരിച്ചാൽ നന്നായിരിക്കും കേട്ടോ, ആടിമ കോങ്ങികളെ.